ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഇതാദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം. നിയമസഭയിൽ പൊതുഭരണ വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രി പരാജയ കാരണങ്ങളും പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയും പറഞ്ഞത്. തോൽവിയുടെ പേരിൽ തന്റെ രാജി ചോദിച്ചാരും വരേണ്ടെന്ന് പിണറായി വ്യക്തമാക്കി. തൃശൂരിലെ തോൽവിയും കോൺഗ്രസിന്റെ വോട്ട് ചോർച്ചയും ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മത്തു പിടിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ മുഖ്യമന്ത്രിയുടെ വിശദമായ പ്രതികരണം ഇന്ന് നിയമസഭയിലാണ് ഉണ്ടായത്. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന ചിന്തയുള്ള ജനം UDFന് വോട്ട് ചെയ്തുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ജനവികാരം ഇടതുപക്ഷത്തിനെതിരല്ലെന്നും മുഖ്യമന്ത്രി. 2019 നല്ല വിജയം UDF നേടിയല്ലോ. അതിനുശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ തന്റെ രാജി ചോദിച്ച് ആരും വരണ്ട. താൻ രാജിവെക്കണമെന്ന് ഉപദേശിച്ച കോൺഗ്രസ് നേതാവ് ഹിമാചലിലെയും തെലങ്കാനയിലെയും കർണാടകയിലെയും മുഖ്യമന്ത്രിമാരെ ഉപദേശിക്കണമെന്നും മറുപടി. ആ ഉപദേശം ഞങ്ങൾക്ക് തന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു. തൃശൂരിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ BJPയെ സഹായിച്ചെന്നും മുഖ്യമന്ത്രി പരോക്ഷമായി സൂചിപ്പിച്ചു. UDFനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കുമെന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കവേ മുസ്ലിം ലീഗ് MLA N ഷംസുദ്ദീന്റെ കുരയ്ക്കൽ പരാമർശത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ബഹുമാനായ ഷംസുദ്ദീൻ അങ്ങേയറ്റം സംസ്കാര സമ്പന്നമായ രീതിയിൽ ഈ സഭയിൽ ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ ഈ വിജയത്തിൻ്റെ ഒരു മത്ത് ലീഗിനെ എങ്ങനെ ബാധിച്ചു എന്നതാണ്. പട്ടി എന്ന് വിളിക്കാതെ ഞങ്ങളെയെല്ലാം പട്ടികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ളൊരു പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പിൻവലിച്ചത് ശരി, പിൻവലിച്ചത് നല്ലത് തന്നെ, അത് നല്ല കാര്യം തന്നെ. പരാജയ കാരണം വിശദമായി പരിശോധിക്കുമെന്നും ഈ പരാജയം ആത്യന്തികമായ പരാജയമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. എന്താണ് അങ്ങനെ പറയാൻ ഇടവന്നത്? മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPMന്റെ വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വസ്തുതകൾ വ്യക്തമാകുമെന്നും കണക്കുകൾ നിരത്തി VD സതീശൻ വിശദീകരിച്ചു. അങ്ങയോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജകമണ്ഡലം ധർമ്മടം 60,000 വോട്ടിന് ശൈല ടീച്ചർ ജയിച്ച മട്ടന്നൂര്, കല്യാശ്ശേരി, പയ്യന്നൂര്, അപ്പുറത്ത് തൃക്കരിപ്പൂര്, ഉദുമ, തളിപ്പറമ്പ്, ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം. എവിടെ നിന്നാണ് ഇറോഷൻ? അന്തിക്കാട് താഴെ പഞ്ചായത്തുകളിലെല്ലാം റവന്യൂ മന്ത്രിക്ക് അറിയാം, കംപ്ലീറ്റ് നിങ്ങളുടെ വോട്ട് മുഴുവൻ BJPയിലേക്കാണ് പോയത്. CPMന്റെ വോട്ട് BJPയിലേക്കുള്ള ഇറോഷൻ കൊണ്ടാണ് സുനിൽകുമാറിന് അധികമായി കിട്ടിയ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്. ഇങ്ങനെയുണ്ടൊരു സംഭവം. തൃശ്ശൂരിലെ കണക്ക് ഒന്ന് പരിശോധിക്കാൻ നന്നായിരിക്കും. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിനെതിരെ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ കൃത്യസമയത്ത് നൽകാതിരുന്നത് തിരിച്ചടിയായി. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്നും വിമർശനമുണ്ടായി. എബിൻ ജോസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എബിൻ, എന്തൊക്കെയാണ് ഇന്നത്തെ കമ്മിറ്റിയിൽ ചർച്ചയ്ക്കിടെയുണ്ടായ വിമർശനങ്ങൾ? നേരത്തെ CPI പല ജില്ലകളിലും അവരുടെ ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ ഉണ്ടായ വിമർശനം, ജില്ലാ എക്സിക്യൂട്ടീവിലൊക്കെ ഉണ്ടായ വിമർശനം നമ്മൾ കണ്ടതാണ്. CPIMന്റെ ഒരു പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ അതിന് സമാനമായ വിമർശനം ഉണ്ടാകുന്നു. സർക്കാരിനെതിരായ ജനവികാരം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി തന്നെ വിലയിരുത്തുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിന്റെ വീഴ്ചകൾ പ്രധാന കാരണമായി എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വിമർശനം. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ മുടങ്ങിയതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് വലിയൊരു കാരണമായി. അത് ജനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് കാര്യമായി. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിനൊപ്പം പോലും വോട്ട് നേടാൻ
LDF സ്ഥാനാർത്ഥി കഴിഞ്ഞില്ല. ഇതെല്ലാം തന്നെയാണ് രൂക്ഷമായ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വരാൻ കാരണം. പ്രത്യേകിച്ച് സർക്കാരിന്റെ തലത്തിലുണ്ടായ പലതരത്തിലുള്ള വീഴ്ചകൾ, സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതിയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിയതും എല്ലാം വിമർശനമായി ഉയർന്നു വന്നു. വിജയകുമാർ. യെസ്, സംസ്ഥാന സർക്കാരിനെതിരെ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വലിയ വിമർശനം ഉണ്ടായത്. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതിന് കാരണമായി പറയുന്നത് ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ കൃത്യസമയത്ത് നൽകാതിരുന്നത് തിരിച്ചടിയായി. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഒപ്പം എറണാകുളം ജില്ലയുടെ മാത്രം പ്രശ്നം പരിശോധിച്ചാൽ സംഘടനാ പ്രശ്നങ്ങളും അതും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന വിമർശനം ആണ് ഉയർന്നത്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. 2 മന്ത്രിമാരും ഏറെ പ്രതീക്ഷകളും. കേരളത്തിൽ എയിംസിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തെ ഇന്ത്യയുടെ ടൂറിസം ഹബ്ബാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാനത്ത് കണ്ടൽ ആയുർവേദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി വിശദീകരിച്ചു. തിരുവനന്തപുരത്തെത്തി മുതലപ്പൊഴി സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യനും പറഞ്ഞു. രാവിലെ 10 മണിയോടെ ശാസ്ത്രി ഭവനിലെ മന്ത്രാലയത്തിലെത്തി പെട്രോളിയം വകുപ്പ് ചുമതല ഏറ്റെടുത്ത സുരേഷ് ഗോപി പിന്നാലെ ടൂറിസം മന്ത്രാലയത്തിലെത്തിയും കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. എയിംസ്, കണ്ടൽ ആയുർവേദ ടൂറിസം അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് സുരേഷ് ഗോപി. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതിൽ 2016 മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടെങ്കിലും ഉചിതമായ സ്ഥലം ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി 24നോട്. എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ല അങ്ങനെ പൊതുവെ കൺസെന്റ് ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അത് 2016 ശ്രീ പിണറായി വിജയനോട് പറഞ്ഞതാണ്. അത് ഇതുവരെ ആ പേര് വന്നിട്ടില്ല. ആ പേരൊന്ന് പൊന്തി വരട്ടെ. കോഴിക്കോട് അതൊന്നും ഞാൻ എതിർക്കുന്നുമില്ല, അതിന്റെ കൂടെയും നിൽക്കുന്നില്ല. നമുക്ക് ഒരു സെൻസിബിൾ ആയിരിക്കണം. സിനിമയും മന്ത്രിസ്ഥാനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്നും പ്രതികരിച്ചു. പെട്രോൾ വില വർധനവ് പരിഹരിക്കാൻ കൂടുതൽ പെട്രോളിയം നിക്ഷേപം കണ്ടെത്താനാണ് മന്ത്രിയുടെ നീക്കം. മത്സ്യക്ഷീര മൃഗസംരക്ഷണം ന്യൂനപക്ഷക്ഷേമ വകുപ്പ് സഹമന്ത്രിയായും ജോർജ് കുര്യൻ ചുമതലയേറ്റു. ഹജ്ജ് വിമാന നിരക്ക് വർധനയിൽ പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ജോർജ് കുര്യൻ. ന്യൂനപക്ഷ മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട മന്ത്രാലയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിർമ്മാണത്തിന്റെ അശാസ്ത്രതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന മുതലപ്പൊഴി മന്ത്രി ജോർജ് കുര്യൻ സന്ദർശിക്കും. 24 ഡൽഹി. 3ാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേറ്റു. കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട പോലീസുകാർക്ക് ആദരമർപ്പിച്ച ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ വീണ്ടും അധികാരമേറ്റത്. എസ് ജയശങ്കർ, JP നദ്ദ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും ഇന്ന് ഔദ്യോഗിക ചുമതലകളിലേക്ക് കടന്നു. ദേശീയ പോലീസ് സ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റത്. ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയാണ് 2ാം തവണയും വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ അധികാരമേറ്റത്. കിരൺ റിജിജു ന്യൂനപക്ഷ മന്ത്രാലയത്തിലും റെയിൽവേ മന്ത്രി കൂടിയായ അശ്വിനി വൈഷ്ണവ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലും ചുമതലയേറ്റു. സഹമന്ത്രി L മുരുകനും ഒപ്പമുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിലേക്ക് തിരിച്ചെത്തിയ JP നഡ്ഡയും ഉച്ചയോടെ ചുമതലയേറ്റു. പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി, വൈദ്യുതി മന്ത്രി മനോഹർലാൽ ഖട്ടർ, ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ചുമതലയേറ്റിരുന്നു. തുറമുഖ, ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മാത്രമാണ് ഇന്നലെ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തത്. 24 ഡൽഹി. BJPയെ തിരുത്താൻ RSS. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ BJPക്കെതിരെ വിമർശനം തുടർന്ന RSS. ജനങ്ങളെ കേൾക്കാൻ നേതാക്കൾ മറന്നെന്ന് മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനത്തിൽ പറയുന്നു. BJPയുടെ ഫീൽഡ് ഫോഴ്സ് അല്ല RSS എന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മണിപ്പൂർ കലാപം പരിഹരിക്കാത്തതിന് RSS മേധാവി മോഹൻ ഭാഗവത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഓർഗനൈസറിൽ ലേഖനം വന്നത്.
തെറ്റുതിരുത്തലിനായുള്ള സംഭാഷണം എന്ന പേരിൽ RSS സൈദ്ധാന്തികൻ രത്തൻ ശാർദ ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിലാണ് കടുത്ത വിമർശനങ്ങൾ. മോദി പ്രഭാവത്തിൽ രമിച്ചിരുന്നാൽ വിജയിക്കില്ല. BJP നേതാക്കൾക്ക് ജനങ്ങളുമായുള്ള ബന്ധമില്ലാതായി. സമൂഹ മാധ്യമങ്ങളിൽ സെൽഫിയും പോസ്റ്ററും ഇടാൻ മാത്രമാണ് നേതാക്കൾക്ക് ആവേശം. അമിത ആത്മവിശ്വാസം തെറ്റിപ്പോയെന്ന് തിരിച്ചറിയാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് തിരിച്ചടി കാണണം. RSS BJPക്കായി വോട്ട് പിടിക്കുന്ന സംഘടനയല്ല. സഹായം വേണമെങ്കിൽ അത് ആവശ്യപ്പെടണമായിരുന്നു. അതുമുണ്ടായില്ല. തിരിച്ചടിയുണ്ടായ ശേഷം RSS സഹായിച്ചില്ലെന്ന് പറയുന്നതിൽ വസ്തുതയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. രാഷ്ട്രീയപരമായി പല മണ്ടത്തരങ്ങളും BJP ചെയ്തു. മഹാരാഷ്ട്രയിൽ ശിവസേനയിലെ പിളർപ്പ് കൊണ്ട് മാത്രം BJPക്ക് നല്ല ജയം നേടാമായിരുന്നു. എന്നാൽ NCPയിലും പിളർപ്പുണ്ടാക്കി അജിത് പവാറിനൊപ്പം കൂട്ടിയത് മണ്ടത്തരമായി. സ്വാഭാവികമായും ശക്തി ക്ഷയിക്കുമായിരുന്ന NCPക്ക് കരുത്തു നൽകുന്ന നീക്കമായി അത് തിരിച്ചടിച്ചെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്നലെ RSS ആസ്ഥാനത്ത് നടന്ന പരിപാടിക്കിടെ മോഹൻ ഭഗവതും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണങ്ങൾ ഉണ്ടായി. ജനസേവകർക്ക് അഹങ്കാരം പാടില്ല. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതാകണം കേന്ദ്രത്തിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിലേക്ക് പോകാതിരുന്ന പ്രധാനമന്ത്രി RSS മേധാവിയുടെ വാക്കു കേൾക്കുമോ എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. RSSന്റെ സഹായം വേണ്ടെന്ന് BJP അധ്യക്ഷൻ തന്നെ പരസ്യമായി പറഞ്ഞ് വോട്ട് തേടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. മോദി ഭരണകാലത്ത് BJPയും RSSും തമ്മിലുള്ള അകൽച്ചയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിമർശനങ്ങൾ. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. വാരാണസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി തോൽക്കുമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി. രാജ്യം ഹിംസയ്ക്കും വെറുപ്പിനും അഹങ്കാരത്തിനുമെതിരെ വോട്ട് ചെയ്തു. മൂന്നാം മോദി സർക്കാരിൽ കുടുംബാധിപത്യമാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ വിജയത്തിൽ ജനങ്ങളോട് നന്ദി അറിയിക്കാൻ റായ്ബറയിൽ നിന്നാണ് കോൺഗ്രസ് നന്ദി പ്രകാശ യാത്ര ആരംഭിച്ചത്. അമേഠിയും റായ്ബറേലിയും ഉത്തർപ്രദേശും വഴികാട്ടിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങളാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരണഘടന തലയിൽ വെപ്പിച്ചതെന്ന് രാഹുൽ ഗാന്ധി. नरेंद्र मोदी जी, अमित शाह जी हिंदुस्तान के संविधान को खत्म करने की कोशिश कर रहे हैं. जो हिंदुस्तान की नींव है उससे वो खिलवाड़ कर रहे हैं. इसीलिए पूरा देश एक साथ खड़ा हो गया. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പാവപ്പെട്ടവരെ ഒഴിവാക്കിയതിന് അയോധ്യ മറുപടി നൽകിയെന്നും രാഹുൽ തുറന്നടിച്ചു. സംശുദ്ധ രാഷ്ട്രീയം വേണമെന്ന സന്ദേശമാണ് രാജ്യത്തെമ്പാടും ഉണ്ടായതെന്ന് പ്രിയങ്ക ഗാന്ധി. ऐतिहासिक जीत रही. यहां से मुझे गर्व होता है इस बात को कहने में कि यहां से अवध से पूरी यूपी में और पूरे देश भर में ये संदेश आप लोगों ने भेजा कि हमें एक समर्पित, एक सच्ची, एक साफ राजनीति चाहिए अपने देश में. രാഹുലിന്റെ വയനാട് സന്ദർശനം പൂർത്തിയാക്കിയാൽ ഏതു മണ്ഡലം നിലനിർത്തുമെന്നതിൽ തീരുമാനമെടുക്കും. അതിനിടെ കുടുംബവാഴ്ചയ്ക്കെതിരായ പ്രധാനമന്ത്രിയുടെ ഇരട്ടത്താപ്പ് രാഹുൽ തുറന്നുകാട്ടി. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ 20 മന്ത്രിമാരുടെ പട്ടിക പങ്കുവച്ചാണ് വിമർശനം. കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന് പരിഹസിക്കുന്നവരാണ് മന്ത്രിസഭയെ കുടുംബ കൂട്ടായ്മയാക്കിയതെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. 24 ഡൽഹി. ഒഡീഷയുടെ ആദ്യ BJP മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയെ തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ നടക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും നാളെ ചുമതലയേൽക്കും. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകും. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭുവനേശ്വറിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് മോഹൻ ചരൺ മാഞ്ചിയെ നേതാവായി തെരഞ്ഞെടുത്തത്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മാഞ്ചി ഇത് 4ാം തവണയാണ് നിയമസഭയിലെത്തുന്നത്. കെനോഞ്ചാർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് മാഞ്ചി. കനക് വർദ്ധൻ സിംഗ് ദിയോ, പ്രവതി പരിത എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. 147 അംഗ നിയമസഭയിൽ 74 സീറ്റുകൾ നേടി 24 വർഷം നീണ്ട നവീൻ പട്നായിക്കിന്റെ ഭരണം അവസാനിപ്പിച്ച ഒഡീഷയിലെ BJPയുടെ ആദ്യ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11:27 വിജയവാഡയിലെ ഗണവാരം വിമാനത്താവളത്തിന് സമീപമുള്ള കേസരപ്പള്ളി IT പാർക്കിലാണ് ചടങ്ങ്. ഇത് 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാകുന്നത്. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തൃശൂർ മേയറെ പാർട്ടി വിളിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രസ്താവന നടത്തിയതിൽ തൃശൂർ മേയർ MK വർഗീസിനെ താക്കീത് ചെയ്ത് CPIM.
CPIയുടെ പരാതിയിലാണ് CPM ഇടപെട്ടത്. മേയറെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ച ശേഷമായിരുന്നു താക്കീത്. വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് MK വർഗീസ് ആരോപിച്ചു. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തൽ. വിജയത്തിനു ശേഷം മേയറും സുരേഷ് ഗോപിയും ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും അതൃപ്തി. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ നേരിൽ കണ്ട് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പരാതി അറിയിച്ചു. മേയറുടെ ഒരു അംഗത്വത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോർപ്പറേഷൻ ഭരണം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികൾ കോർപ്പറേഷൻ ഭരണത്തിനകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ LDF പിന്തുണയ്ക്കുന്ന ഒരു മേയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി കരുതലും സത്യം വേണ്ടതാണ് എന്ന അഭിപ്രായം ഞാൻ കരുതുന്നു. മേയർ MK വർഗീസിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നാണ് MK വർഗീസ് നൽകിയ വിശദീകരണം. മറുപടിയിൽ തൃപ്തരാകാതിരുന്ന CPM നേതൃത്വം പ്രതികരണങ്ങളിൽ ജാഗ്രത വേണമെന്ന് MK വർഗീസിനെ താക്കീത് ചെയ്തു. പാർട്ടി നിർദ്ദേശപ്രകാരം മേയർ വാർത്താസമ്മേളനം വിളിച്ചു. MP എന്ന നിലയ്ക്ക് എനിക്ക് ഞാനും മേയറും അദ്ദേഹം ഒരു MP ആയി എന്നുള്ളതിൽ വിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. എൻ്റെ പ്രദേശം, എൻ്റെ ചുമതല മേയർ എന്ന നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് വികസനം കൊണ്ടുവരിക. അതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വെച്ച് ഒന്ന് സംസാരിച്ചാൽ ഉടൻ തന്നെ അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എൻ്റെ ചുമതലയാണ്. മേയറുടെ വിശദീകരണത്തിൽ CPI തൃപ്തരല്ല. 17-18 തീയതികളിൽ ചേരുന്ന CPI ജില്ലാ നേതൃയോഗങ്ങൾ മേയർക്കെതിരായ നിലപാട് ചർച്ച ചെയ്യും. 24 തൃശൂർ. വിവാദങ്ങൾക്കിടെ K മുരളീധരൻ നാളെ ഡൽഹിയിലേക്ക്. തൃശൂരിലെ തോൽവിക്ക് ശേഷം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുരളീധരന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ഡൽഹി യാത്രയാണിത്. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. K മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും തുടരുന്നുണ്ട്. ജോസ് കെ മാണിക്കെതിരായ പ്രസ്താവന നടത്തിയ പാലാ നഗരസഭയിലെ CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് നടപടി. പാലാ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനത്തിന് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി. ദീർഘനാളായി പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്ന സമീപനമാണ് ബിനു പുളിക്കക്കണ്ടം സ്വീകരിച്ചിരുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായി പല സമയങ്ങളിലായി ഉണ്ടായ പ്രശ്നങ്ങൾ CPIM ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് പരിഹരിച്ചത്. ഒടുവിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ ബിനു പരസ്യമായി വിമർശിച്ചു. ഇതോടെയാണ് കടുത്ത നടപടിയിലേക്ക് CPIM കടന്നത്. CPMന്റെ സംഘടനാപരമായ ഒരു അച്ചടക്കവും അതിൻ്റെ പ്രത്യേകതയും സംഘടനാ രൂപവുമല്ല. അതിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന, അതിനെതിരെ നിലകൊള്ളുന്ന ഒരു പ്രവണതയും ഞങ്ങൾ അംഗീകരിച്ചു പോകില്ല. കർശനമായി തന്നെ നേരിടും. വർഷങ്ങൾക്ക് ശേഷമാണ് പാലാ നഗരസഭയിൽ LDF അധികാരത്തിൽ വരുന്നത്. എന്നാൽ CPIMന്റെ കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടം കേരള കോൺഗ്രസ് എം പ്രതിനിധികളുമായി നിരന്തരം കലഹിച്ചിരുന്നു. ഒരു കേരള കോൺഗ്രസ് കൗൺസിലറെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് എം കൗൺസിലറുടെ എയർപോർട്ട് മോഷ്ടിച്ചെന്ന ആരോപണവും ബിനുവിന് കേൾക്കേണ്ടി വന്നു. ബിനു പുളിക്കക്കണ്ടത്തിന് ലഭിക്കേണ്ട ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് എം ഇടപെട്ട് തടഞ്ഞതും എതിർപ്പിന് കാരണമായി. ഇതോടെ ജോസ് കെ മാണിക്കെതിരെ പരസ്യമായ പ്രതികരണങ്ങളുമായി ബിനു രംഗത്തെത്തുകയായിരുന്നു. 24 കോട്ടയം. ഇടുക്കി മാങ്കുളത്ത് വയോധികനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. ബിബിൻ ആണ് അറസ്റ്റിലായത്. പ്രണയവിവാഹത്തിനെതിരെ നിന്നതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് അവിടെ സംഭവിച്ചത്? വല്ലാതെ ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണല്ലോ വരുന്നത്. വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഈ പ്രതിയായിട്ടുള്ള, അതായത് കൊല്ലപ്പെട്ട തങ്കച്ചന്റെ മകൻ ബിബിന് ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു. അത് ബിബിനേക്കാൾ പ്രായം കൂടിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ വിവാഹത്തിന് തടസ്സം നിന്നതിന്റെ പേരിലാണ് ഇത്തരം ഒരു ക്രൂരകൃത്യം ബിബിൻ ചെയ്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിവാഹത്തിനെതിരെ നിന്നതിന്റെ പിന്നാലെ ഈ വയോധികനെ, തങ്കച്ചനെ തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം ജീവനോടെ റബ്ബർ ഷീറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കൂട്ടിയിട്ട് കത്തിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ക്രൂരമായൊരു കൊലപാതകം തന്നെയാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ഇയാൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്തു. ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അധികം അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷമാണ് അയൽവാസി ഇങ്ങനൊരു കാര്യം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി മകനെ ബന്ധപ്പെട്ടു. മകനെ ആദ്യം ഫോണിൽ കിട്ടിയെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് പോലീസിന് തോന്നിയ സംശയം, പ്രതിയെ കൂടുതൽ അന്വേഷിച്ചു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ.
യെസ്, പ്രണയവിവാഹത്തിനെതിരെ നിന്നതിൻ്റെ വൈരാഗ്യമാണ് പിതാവിനെ കൊലപ്പെടുത്താൻ കാരണമായത് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. മകൻ ബിബൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ സംഘം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും. നീറ്റ് വിവാദത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി 67 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ആവശ്യപ്പെട്ടു. പരീക്ഷയുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ മെഡിക്കൽ പ്രവേശന നടപടികൾ സ്റ്റേ ചെയ്തിട്ടില്ല. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ പരീക്ഷ റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥി ശിവാംഗി മിശ്ര സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടെന്ന നിരീക്ഷണത്തോടെയാണ് സുപ്രീം കോടതിയുടെ നടപടി. വിഷയത്തിൽ NTA കൃത്യമായ മറുപടി അനിവാര്യമാണെന്ന് ജസ്റ്റിസുമാരായ അസ്ഹാനുദ്ദീൻ അസ്മാനുള്ള, വിക്രംനാഥ് എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ച് പറഞ്ഞു. എന്നാൽ MBBS അടക്കമുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ കൗൺസിലിംഗ് നടപടികൾ തടയാൻ സാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജൂലൈ 8 കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. മലബാറിൽ +1 സീറ്റുകൾ ആവശ്യത്തിലധികമെന്ന വാദവുമായി നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ITI മുതൽ അൺഎയ്ഡഡ് വരെയുള്ള സീറ്റുകൾ കൂട്ടിയാണ് മന്ത്രി വിചിത്രവാദം ഉന്നയിച്ചത്. എന്നാൽ 6 ജില്ലകളിൽ ഇപ്പോഴും സീറ്റ് ക്ഷാമമെന്ന് കണക്കുകൾ നിരത്തി പ്രതിപക്ഷം മന്ത്രിയുടെ വാദത്തെ പ്രതിരോധിച്ചു. സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളിൽ വിദ്യാഭ്യാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ വിമർശിച്ചു. മലബാറിലെ +1 സീറ്റ് ക്ഷാമം ചൂണ്ടിക്കാട്ടി N ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ ITI, പോളിടെക്നിക്, VHSE, അൺഎയ്ഡഡ് വരെ കണക്ക് കൂട്ടി ഒരു ക്ഷാമവുമില്ലെന്ന് വാദിച്ചു. മന്ത്രിയുടെ കണക്ക് പ്രകാരം മലപ്പുറത്ത് പോലും വിജയിച്ചവരെക്കാൾ 5000 സീറ്റ് കൂടുതലുണ്ട്. വിചാരിക്കുന്ന വിദ്യാർത്ഥിക്ക് വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങേ മന്ത്രിയാക്കിയാലും നടക്കില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് 3 അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം പരിശോധിക്കാം എന്നുള്ള കാര്യം പറയുന്നു. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. മലബാറിലെ 6 ജില്ലകളിൽ സീറ്റിന്റെ കുറവുണ്ടെന്നും ഈ കണക്കുകൾ വിശദീകരിക്കുന്ന കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയെന്നും N ഷംസുദ്ദീൻ ചോദ്യമുന്നയിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല സർ. ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ്. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. മലബാറിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മോഹങ്ങൾ സർക്കാർ ചിറകരിഞ്ഞു കളയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിങ്ങൾ പൊന്നാനി താലൂക്കിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ചേരാൻ പറ്റുമോ? നിലമ്പൂരുള്ള ഒരു സ്കൂളിൽ ഞങ്ങൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അതൊന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള നിലപാടാണ് നിങ്ങൾ. സാർ, അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ബാർ കോഴ ആരോപണത്തിൽ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ മുൻ അഡ്മിനും ഇപ്പോഴത്തെ അംഗവുമെന്ന നിലയിലാണ് നോട്ടീസ് അർജുന് നൽകിയത്. സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് അർജുൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ബാർ കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ശബ്ദരേഖ പ്രചരിച്ച ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അർജുൻ അംഗമാണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. നേരത്തെ ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. മറ്റു ബാർ ഉടമകളുടെ മൊഴിയെടുത്തപ്പോഴും ഈ വിവരം ലഭിച്ചു. പിന്നാലെയാണ് വെള്ളിയാഴ്ച തിരുവനന്തപുരം ജവഹർ നഗറിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യ പിതാവ് ബാർ ഉടമയാണ്. അർജുൻ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാൻ തയ്യാറായില്ലെന്നും പിന്നീട് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചു നൽകിയതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ഏത് ഫോൺ നമ്പറാണ് ഗ്രൂപ്പിലുള്ളതെന്ന് ആദ്യം തെളിയിക്കട്ടെ എന്നും തനിക്കോ പിതാവിനോ വിഷയത്തിൽ പങ്കില്ലെന്നും അർജുൻ രാധാകൃഷ്ണൻ. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പർ ഏതെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറയട്ടെ അവർ. ഇതെല്ലാം സർക്കാരിൻ്റെ വികൃതമായ മുഖം മിനുക്കാനായിട്ട് ശ്രമിക്കുന്ന നടക്കത്തില്ല. ബാർക്കോഴ ആരോപണം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭ സ്തംഭിച്ചതിന് പിന്നാലെയാണ് ഗൂഢാലോചന അടക്കം അന്വേഷിച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ പുതിയ നീക്കം. എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി.
കല്ലേറുണ്ടായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ ഭേദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. 24 തിരുവനന്തപുരം. എറണാകുളം വൈപ്പിനിൽ 3 സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പള്ളത്താംകുളങ്ങര സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ജയ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ട് ഓട്ടോറിക്ഷയിൽ കയറിയവർ പല സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. എതിർത്തതോടെയാണ് ജയയെ മർദ്ദിച്ച് അവശയാക്കിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പള്ളത്താംകുളങ്ങര സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ ജയയുടെ ഓട്ടോറിക്ഷയിൽ കയറിയത്. ആശുപത്രിയിൽ കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോകുന്നുവെന്നാണ് പറഞ്ഞത്. വഴിയിൽ 2 പേർ കൂടി ഓട്ടോറിക്ഷയിൽ കയറി. വൈപ്പിനിലെ ആശുപത്രിയിൽ പോയ സംഘം പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയി. പിന്നീട് ചാത്തങ്ങാട് ബീച്ചിലേക്ക് പോകാൻ ജയയോട് ആവശ്യപ്പെട്ടു. അവിടെ വെച്ചാണ് ജയയെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രദേശവാസികളെത്തുമ്പോൾ ജയ അവശനിലയിലായിരുന്നു. നിലവിളിച്ച് കിടക്കണേ, എന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്കുക. എന്നെ 3 ആൾക്കാർ വന്ന് തല്ലിയിട്ടുണ്ട് പോയി, എന്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി, എന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞിട്ടാണ് ഇവർ കിടന്ന് തൊഴിലിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ പോലീസുകാർ ഇവിടെ വന്ന്, ഞാനപ്പോൾ ഇവര് ഈ യുവതി പറയാണ്ട് ഇല്ലാസ്ഖാനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റാൻഡിൽ ഓർണതാണ്. ഞാനപ്പോൾ പുള്ളിനെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന്. ഒന്നിലധികം വാരിയലുകൾക്ക് പൊട്ടലേറ്റു. നട്ടലിനും ഗുരുതരമായ പരിക്കുണ്ട്. ജയ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് ജയയെ ആക്രമിച്ചതെന്നറിയില്ലെന്ന് ബന്ധുക്കൾ. ഇല്ല, ഒരു പരിചയവുമില്ല. ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാണ് അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരെ ഇതിൽ പോകാറില്ല, രാത്രി ഓട്ടം പോകാറില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പള്ളത്താംകുളങ്ങരയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതിഭാഗത്തിന്റെ നീക്കം. രാഹുൽ പി ഗോപാലിനെതിരെ പരാതിയില്ലെന്ന പെൺകുട്ടിയുടെ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടി പ്രതിയുടെ കസ്റ്റഡിയിലാണെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് മൊഴി മാറ്റിയതെന്നും പിതാവ് ആരോപിച്ചു. നാടകീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമം. പരാതിയില്ലെന്ന പെൺകുട്ടിയുടെ സത്യവാങ്മൂലം പ്രതിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മൊഴിമാറ്റം സമ്മർദ്ദം മൂലമെന്ന പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. പ്രതി രാഹുൽ പി ഗോപാലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് മകളെന്നും പിതാവിന്റെ ആരോപണം. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ 24നോട് പറഞ്ഞു. പരാതിക്കാരിയും 1-ാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിലും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം പോലീസിനില്ലായിരുന്നു. 1-ാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ വോൺ സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ല. കേസിൽ അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. അന്വേഷണ സംഘം നിയമോപദേശവും തേടിയിട്ടുണ്ട്. അതിനിടെ പെൺകുട്ടിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതി വടക്കേക്കര പോലീസ് കഴക്കൂട്ടം പോലീസിന് കൈമാറി. 24 കൊച്ചി. കൊച്ചി നഗരത്തിലെ നടപ്പാതകളുടെ ശോച്യാവസ്ഥയിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. പാലാരിവട്ടത്ത് സ്ലാബിനുള്ളിൽ വഴിയാത്രക്കാരിയുടെ കാൽ കുടുങ്ങിയതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. മറുപടി നൽകാൻ KMRL സാവകാശം തേടി. പാലാരിവട്ടത്ത് സ്ലാബിനുള്ളിൽ വഴിയാത്രക്കാരിയുടെ കാൽ കുടുങ്ങിയ സംഭവത്തിൽ കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനമുണ്ടായി. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച ഹൈക്കോടതി സ്ലാബിനടിയിൽ കാലകപ്പെട്ട സ്ത്രീ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്നും ചൂണ്ടിക്കാട്ടി. കൊച്ചി നഗരത്തിലെ നടപ്പാതകളുടെ സ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അപകടം സംഭവിച്ചയിടത്ത് സ്ലാബ് ഇട്ടതായും നടപ്പാത നവീകരണം സംബന്ധിച്ച് മറുപടി നൽകാൻ സാവകാശം വേണമെന്നും ഇതിനിടെ KMRL ആവശ്യപ്പെട്ടു. അതേസമയം വലിയ മഴ പെയ്താൽ എവിടെയാണെങ്കിലും വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നായിരുന്നു മന്ത്രി MB രാജേഷ് നിയമസഭയിൽ പറഞ്ഞത്. ജനങ്ങൾ സഹകരിക്കാതെ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ മാത്രം മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ലെന്നും മന്ത്രി. ജനങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. കാരണം മാലിന്യം വലിയ തോതിൽ കാനകളിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. കോടതി തന്നെ പറഞ്ഞത് ടൺ കണക്കിന് മാലിന്യമാണ് കാനകളിൽ നിന്ന് നീക്കം ചെയ്തത് എന്നതാണ്. സർ, അപ്പോൾ മാലിന്യ സംസ്കരണം, അതിൽ നഗരസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ പുലർത്തേണ്ട ശുഷ്കാന്തി വളരെ പ്രധാനമാണ്. അത് ചെയ്യാതിരിക്കുകയും അതിനോട് സഹകരിക്കാതിരിക്കുകയും വെള്ളക്കെട്ടുണ്ടാവുമ്പോൾ മുറവിളി കൂട്ടുകയും ചെയ്തിട്ട് കാര്യമില്ല. P&T കോളനിവാസികളെ പുനരധിവസിപ്പിച്ച സർക്കാർ വക ഫ്ളാറ്റ് ചോർന്ന സംഭവത്തിലും കോടതിയിൽ നിന്നും വിമർശനം നേരിട്ടു. അധികാരികളെ പരിഹസിച്ച ഹൈക്കോടതി ഷവർ ബിൽഡിംഗ് എന്നാണ്
പുതിയ കെട്ടിടത്തെ വിശേഷിപ്പിച്ചത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കൊലപാതക കേസിൽ കന്നഡ ചലച്ചിത്ര താരങ്ങൾ അറസ്റ്റിൽ. സൂപ്പർ താരം ദർശൻ, നടി പവിത്ര ഗൌഡ എന്നിവരാണ് പിടിയിലായത്. ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമി കൊല്ലപ്പെട്ട കേസിലായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. ഇന്നലെയാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം ബംഗളൂരു കാമാക്ഷിപാളയത്തെ പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 9 പേരടങ്ങുന്ന കൊട്ടേഷൻ സംഘം പിടിയിലായി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദർശനാണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസിന് വ്യക്തമായത്. തുടർന്ന് മൈസൂരുവിലെ ഫാം ഹൌസിൽ നിന്ന് ദർശനെ അറസ്റ്റ് ചെയ്തു. ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയ്ക്ക് രേണുകാസ്വാമി നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മൈസൂരുവിലെ ഫാം ഹൌസിലേക്ക് വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബംഗളൂരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ദർശനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് പവിത്ര ഗൌഡയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 24 ബംഗളൂരു. മലാവി വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമ ഉൾപ്പെടെ 10 പേർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ മലാവിയിലെ മലനിരകളിലാണ് വിമാനം തകർന്നു വീണത്. ഒരു ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയാണ് മലാവി വൈസ് പ്രസിഡന്റ് സൗലോസ് ചിലിമിയും മുൻ പ്രഥമ വനിത ഷാനിൽ സിംബ്രയും ഉൾപ്പെടെ 10 പേർ സഞ്ചരിച്ച വിമാനം കാണാതായത്. തലസ്ഥാന നഗരമായ ലിലോങ്വേയിലെ സുസു നഗരത്തിലേക്കായിരുന്നു യാത്ര. പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം വിമാനവുമായുള്ള റഡാർ ബന്ധം നഷ്ടപ്പെട്ടു. ഒരു ദിവസത്തിലേറെ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മലാവി പ്രസിഡന്റ് ലാസർ ചൊക്വേര വിമാനത്തിലുണ്ടായിരുന്ന 10 പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. രാജ്യത്തിന്റെ വടക്കൻ പ്രദേശത്തുള്ള മലമ്പ്രദേശത്തു നിന്നാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മോശം കാലാവസ്ഥയായതിനാൽ സുസു വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിക്കരുതെന്നും ലിലോങ്വേയിലേക്ക് മടങ്ങാനും എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായി പ്രസിഡന്റ് പറഞ്ഞു. തുടർന്നാണ് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. മലാവിയൻ സൈന്യത്തിന്റെ ഡോണിയർ 228 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 1988 മുതൽ സൈന്യത്തിലുള്ള വിമാനമാണത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ചിലിമ. 2 വർഷം മുൻപ് അഴിമതി ആരോപണങ്ങളുടെ പേരിൽ അറസ്റ്റിലായിരുന്ന ചിലിമ കുറ്റക്കാരനല്ലെന്ന ദിവസങ്ങൾക്ക് മുൻപാണ് കോടതി വിധി വന്നത്. മുൻ പ്രസിഡന്റ് ബാക്കിലി മുലുസിയുടെ മുൻ ഭാര്യ ഷാനിൽ സിംബ്രയാണ് കൊല്ലപ്പെട്ട വനിത. ഇന്റർനാഷണൽ ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.